സൈക്കോളജീൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററായ ബിഹൈൻഡ് സെൻസേഷൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നോക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹ്യൂമൺ ഐനെ കുറിച്ചാണ്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു ഭാഗമാണ്, എല്ലാവർക്കും ആകാംക്ഷയുള്ള ഒരു പാർട്ടാണിത് അല്ലേ. എങ്ങനെയാണ് നമ്മൾ ഒബ്ജക്ട്സിനെ കാണുന്നത്, എങ്ങനെയാണ് ബ്രെയിൻ അതിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്, കണ്ണിൽ കൂടെ എന്തൊക്കെയാണ് ഈ ലൈറ്റിന് സംഭവിക്കുന്നത്, അതൊക്കെ നമ്മളിന്ന് ഈ ഭാഗത്തിൽ അതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് പഠിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഹ്യൂമൺ ഐൻ്റെ പുറമേ നിന്ന് കാണുമ്പോഴുള്ള പാർട്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളുടെ കണ്ണുകളിൽ സ്ക്ലേറ എന്ന് പറയുന്നതാണ് ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത്, സ്ക്ലേറ. ആ സ്ക്ലേറ കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഭാഗം, നമ്മളുടെ കണ്ണിൻ്റെ കൃഷ്ണമണി എന്ന് പറയുന്ന ഈ പാർട്ടൊക്കെ, അത് നമ്മൾ ഐറിസ് എന്ന് പറയുന്ന ഭാഗം അല്ലേ, കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പാർട്ടാണ് ഐറിസ്. ആ ഐറിസിന് നടുവിൽ ഒരു ഹോള് കാണാം, അതാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഐറിസ്, പ്യൂപ്പിൾ. ഓക്കെ, കോർണിയ എന്ന് പറയുന്ന വെള്ള കളർ വരുന്ന ഭാഗമാണ് കോർണിയ. കോർണിയ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറുള്ള പാർട്ടാണ് കോർണിയ. പിന്നെ ഐലാഷസ്, ലോവർ ഐലിഡ്, അപ്പർ ഐലിഡ് പറയുന്ന ഭാഗം. പിന്നെ ഈ മൊത്തം നമ്മളുടെ കണ്ണ് നമ്മളുടെ തലയോട്ടി സ്കള്ളിൻ്റെ ഐ സോക്കറ്റിനകത്താണ്, ഓർബിറ്റിനകത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലേ. പിന്നെ ഈ ഭാഗത്ത് കാണുന്ന ഇവിടെ കാരങ്കിൾ അല്ലെങ്കിൽ ഇവിടെയാണ് നമ്മൾ ടിയർ ഡക്റ്റ് ഉള്ളത്. കണ്ണീരിൽ ഉണ്ടാവുന്ന ഒരു ഭാഗമാണത്, കണ്ണീരുണ്ടാവുന്ന പാർട്ടാണ് ടിയർ ഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് കാണുമ്പം നമ്മളുടെ കണ്ണിൻ്റെ പാർട്ട് ഇതൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാണ്, ഔട്ടർ മോസ്റ്റ് സ്ക്ലേറ, പിന്നെ ഐറിസ്, പ്യൂപ്പിൾ, ഐലാഷ് കാണാം, ലോവർ ഐലിഡ് ഉണ്ട്, അതേപോലെ അപ്പർ ഐലിഡ് ഉണ്ട്, കൺപോളകൾ, പിന്നെ കാറങ്കിൾ ആൻഡ് ടിയർ ഡക്റ്റ്. ഇത്രയാണ് നമ്മളുടെ എക്സ്റ്റേണൽ, നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ നമ്മളുടെ കണ്ണിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയും. അപ്പോൾ ഈ കറുത്ത പാർട്ട് പ്യൂപ്പിളിനൊരു പ്രത്യേകത ഉണ്ട് അല്ലേ. ഇത് നിങ്ങൾ വലുതാവുമ്പോൾ ചെറുതാവും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴാണ് ഈ പ്യൂപ്പിൾ വലുതാവുന്നതും അല്ലെങ്കിൽ വികസിക്കുന്നതും ചുരുങ്ങുന്നതും? അപ്പോൾ ലൈറ്റിൻ്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ പ്യൂപ്പിൾ ചുരുങ്ങുന്നത്. പൂച്ചകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ, ലൈറ്റ് കുറഞ്ഞ സമയത്ത് അവരുടെ ആ പ്യൂപ്പിൾ നല്ലോണം വലുതായിട്ടുണ്ടാവും. അതേപോലെ തന്നെ നല്ല ലൈറ്റുള്ള സമയത്താണ് അത് വളരെ വര പോലെ ഉണ്ടാവുള്ളൂ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഇനി നമ്മളിതിൻ്റെ അകത്ത ഭാഗത്ത് എന്തൊക്കെയാണ് കണ്ണിൻ്റെ എന്നുള്ളത് നോക്കാം. അപ്പം ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഔട്ടർ ലെയർ എന്ന് പറയുമ്പോൾ സ്ക്ലേറ, പിന്നെ കോർണിയ. കോർണിയ എന്ന് പറയുന്നത് വൈറ്റ് ഭാഗമാണ് കോർണിയ എന്ന് പറയുന്നത്. സ്ക്ലേറ ആൻഡ് ആ ഭാഗം നമ്മൾ പുറമേ നിന്ന് കാണുന്നതാണ് സ്ക്ലേറ എന്ന് പറയുന്നത്. 3 ലെയേഴ്സ് ആയിട്ടാണ് നമ്മളുടെ കണ്ണിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഔട്ടർ ലെയർ, ഇന്നർ ലെയർ ആൻഡ് മിഡിൽ ലെയർ, പിന്നെ ഇന്നർ ലെയർ എന്ന് പറഞ്ഞ ഭാഗം. ഔട്ട്, മിഡിൽ, ഇന്നർ, 3 ഭാഗങ്ങൾ. അതിൽ ഔട്ടർ ലെയറിൽ വരുന്നതാണ് എന്ത്, സ്ക്ലേറ ആൻഡ് കോർണിയ എന്ന് പറയുന്ന ഭാഗം. മിഡിൽ ലെയർ വരുന്ന ഭാഗത്തിന് കൊറോയിഡ്, ഐറിസ്, സീലിയറി ബോഡി. ഈ സീലിയറി ബോഡി സീലിയറി മസിൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ സീലിയറി മസിൽസാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ കണ്ണിൻ്റെ ലെൻസ്, ഈ വെള്ള കളർ കാണുന്ന ലെൻസ്, ആ ലെൻസിനെ പൊസിഷനിൽ പിടിച്ച് നിർത്തുന്നത്. ഓക്കെ, അപ്പം എന്തിനാണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഐറിസ്, പ്യൂപ്പിൾ, ഈ ലെൻസ് നമ്മൾ ക്രിസ്റ്റലൈൻ ലെൻസാണ്. ഇത് കോൺകേവ് ലെൻസാണോ കോൺവെക്സ് ലെൻസാണോ? പുറമേക്ക് തള്ളി നിൽക്കുന്നതാണ് ഭാഗം അല്ലേ, റിഫ്രാക്റ്റ് ചെയ്യുന്ന ഭാഗം പുറമേക്ക് തള്ളി നിൽക്കുന്നതാണ്. അപ്പോൾ അത് ഏതാണ്, കോൺവെക്സ് ലെൻസാണ് നമ്മളുടെ കണ്ണുകളിലുള്ളത്. ഈ കോൺവെക്സ് ലെൻസിനെ ഒരു പൊസിഷനിൽ നിർത്തിയുള്ളത് സെൻസറി ലിഗമെൻറ്റ്സ് എന്ന് പറയുന്നത് തിൻ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സാണ്. ആ തിൻ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആരെ മുകളിലാണ് പിടിച്ച് നിൽക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സീലറി മസിൽസിന് മുകളിലാണ്. ഓക്കെ, സീലറി മസിൽസാണ് ആരെ പിടിച്ച് നിർത്തുന്നത്, സസ്പെൻസറി ലിഗമെൻറ്റ്സ് സപ്പോർട്ട് ചെയ്യുന്നത്. സസ്പെൻസറി ലിഗമെൻറ്റ്സ് ആണ് ആരെ നമ്മളുടെ ലെൻസിനെ പൊസിഷനിൽ പിടിച്ച് നിർത്തുന്നത്. അത് ഫ്രണ്ടിലുള്ള ഭാഗം. ഓക്കെ, സീലറി പേശികൾ, പിന്നെ കോർണിയ ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, സീലറി പേശികളൊക്കെ, ഇവരൊക്കെയാണ് ഇതിനെ പൊസിഷൻ ലെൻസിനെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നത്. അതാണ് ഔട്ടർ മോസ്റ്റ് ഭാഗം, നമ്മൾ കണ്ണിൻ്റെ പുറമേ നിന്നുള്ള ഭാഗം. ഇനി ഇതിൻ്റെ മിഡിൽ പാർട്ടിലേക്ക് പോകുമ്പം അല്ലേ, മധ്യഭാഗത്ത് കണ്ണിൻ്റെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തൊക്കെ കാണാം. അവിടെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ കൊറോയിഡ്, ഐറിസ്, സീലിയറി ബോഡിയൊക്കെ ഉള്ളത്, മിഡിൽ ഭാഗത്താണ്. പിന്നെ വരുന്നത് നമ്മളുടെ ഐ സോക്കറ്റിനകത്തുള്ള ഉൾഭാഗമാണ് അല്ലേ, സീലിയറി പേശികൾ. ഈ സീലിയറി പേശികൾ നമുക്കിവിടെ ചുറ്റും ഇങ്ങനെ കവർ ചെയ്ത് വരുന്ന കാണാം അല്ലേ, സീലിയറി പേശികൾ ഇങ്ങനെ കവർ ചെയ്യുന്നുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു പാർട്ടും കൂടി ഞാൻ പറഞ്ഞുതരാം. 2 ചേമ്പേഴ്സ് ഉണ്ട് നമ്മളുടെ കണ്ണുകൾക്ക്, 2 ചേമ്പർ എന്ന് പറയും അല്ലേ, അറകളുണ്ട്. ആ 2 ചേമ്പറിൻ്റെ പേരാണ്, ഒന്ന് വിട്രിയസ് ഹ്യൂമർ, അകത്ത് ഭാഗത്ത് കാണുന്ന വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്ന ഭാഗം. പിന്നെ പുറമേയുള്ള ഭാഗത്തിന് എക്വസ് ഹ്യൂമർ എന്ന് പറയും. വിട്രസ് ഹ്യൂമറും എക്വസ് ഹ്യൂമറും ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്ത് കാണാം. എക്വസ് ഹ്യൂമർ
ഈ നീല ഭാഗം, ഈ ഫുള്ള് കാണുന്ന ഈ പാർട്ടാണ് എന്ത് നമ്മളുടെ എക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത്. ആ എക്വസ് ഹ്യൂമറിൻ്റെ അകത്താണ് ആരുള്ളത്? കോർണിയും ഐറിസും പ്യൂപ്പിളും ലെൻസും സസ്പെൻഷൻ ലിഗമെൻസും എല്ലാവരും ഉൾപ്പെട്ടിട്ടുള്ളത് ഈ നമ്മളുടെ എക്വസ് ഹ്യൂമർ എന്ന് പറയുന്ന ചേമ്പറിൻ്റെ അകത്താണ്. 2 അറകളാണ്, എക്വസ് ചേമ്പറും വിട്രസ് ഹ്യൂമർ അല്ല വിട്രസ് ചേമ്പറും 2 അറകളാണ് നമ്മളുടെ കണ്ണിനുള്ളത്. ആ 2 ഭാഗത്തും ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ടാവും. അതിനാണ് നമ്മൾ എക്വസ് ഹ്യൂമർ പിന്നെ വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത്. അത് ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണത്. ഓക്കെ, അതിൻ്റെ അകത്താണ് ഈ പേശികളെല്ലാം സുരക്ഷിതമായിട്ട് നിലകൊള്ളുന്നത്. പിന്നെ ഉള്ളിലത്തെ ഭാഗത്ത് ഈ വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്ന ഭാഗം, ഇതിന് വിട്രിയസ് ചേമ്പർ എന്ന് പറയും. അതിൻ്റെ അകത്തുള്ള ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ് എന്ത്? വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത്. ആ വിട്രിയസ് ഹ്യൂമർ കഴിഞ്ഞാൽ ഫില്ല് ചെയ്തിട്ടുള്ളത് ഭാഗം നിങ്ങൾ കണ്ടല്ലോ. ഇനി അവസാനം ഈ കണ്ണിൻ്റെ അവസാന ഭാഗത്ത് ഇവിടെ കാണുന്ന ഈ മഞ്ഞ നിറത്തിലുള്ള ഒരു ബോർഡർ പോലെ കാണുന്നില്ലേ, അതാണ് നമ്മളുടെ സ്ക്രീൻ, റെറ്റിന എന്ന് പറയുന്ന ഭാഗം. റെറ്റിന, അതാണ് നമ്മളുടെ സ്ക്രീൻ, റെറ്റിന എന്ന് പറയും. ഇവിടെ ഈ കാണുന്ന ചുവപ്പും നീല കളറുള്ള വേര് പോലത്തെ സാധനങ്ങളുണ്ടാകും, ബ്ലഡ് വെസൽസാണ്, രക്തക്കുഴലുകളാണ് അതൊക്കെ അല്ലേ. ആ രക്തക്കുഴലുകൾ എന്താ ചെയ്യുന്നത്? മസിൽസാണ്, പേശികളാണ്. പേശികൾക്ക് ആവശ്യമുള്ള ഓക്സിജനും അതിന് വേണ്ട ന്യൂട്രിയൻസും എല്ലാം ഇവിടെ എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? ഈ രക്തക്കുഴലുകളാണ്, ക്യാപ്പിലറീസാണ്. വളരെ നൈസ് ക്യാപ്പിലറീസാണ് വരുന്നത്. ഓക്കെ, പിന്നെ അപ്പം നമ്മളുടെ കണ്ണുകളിൽ ഇമേജ് ഫോമിന് എവിടെയാണ്? ഈ സ്ക്രീനായ റെറ്റിനേൻ്റെ മുകളിലാണ്. പിന്നെ ഈ മഞ്ഞ ഭാഗം റെറ്റിന ഇവിടെ കുറച്ച് പോകുമ്പോൾ കണ്ടോ, കുറച്ച് തിക്കായിട്ട് വരുന്നുണ്ട്. അതാണ് നമ്മളുടെ കണ്ണിൽ ഫോം ചെയ്യുന്ന ഇമേജ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ബ്രെയിനിലേക്ക് സന്ദേശം കൊണ്ടുപോകുന്ന ഭാഗം. അത് നമ്മൾ ഒപ്റ്റിക് നെർവ് അല്ലെങ്കിൽ ദൃഷ്ടിനാഡി എന്ന് പറയുന്നത്. ആ ദൃഷ്ടിനാഡിയിൽ ഇവിടെ ഒരു ഇമേജ് ഫോം, നമ്മളുടെ റെറ്റിനേൻ്റെ മുകളിലൊരു ഇമേജ് ഫോം ചെയ്യുമ്പം അതിനകത്ത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉണ്ടാവും. ആ ഇലക്ട്രിക്കൽ സിഗ്നൽസിൽ ബ്രെയിനിലേക്ക് എത്തിക്കുന്ന പണിയാണ് ഈ ഒപ്റ്റിക് നെർവ് അല്ലെങ്കിൽ ദൃഷ്ടിനാഡി ചെയ്യുന്നത്. ബ്രെയിനാണ് പിന്നെ നമുക്കതിനെ ശരിയായി എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഓക്കെ, കണ്ണിന് ജസ്റ്റ് ആ മെസ്സേജ് അവിടെ എത്തിക്കാനാണ് പണിയാണ്, ബ്രെയിനിലെത്തിക്കുന്ന പണിയാണുള്ളത്. ഓക്കെ, പിന്നെ അപ്പം ഈ റിഫ്ലെക്സ് ആർക്കൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇതൊക്കെ ഞാൻ ഈ വീഡിയോത്തിൽ നമ്മൾ പഠിക്കും. ഈ സീലറി മസിൽസും ഈ പവർ ഓഫ് വിഷൻ അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ എന്തൊക്കെയാണെന്നുള്ളത് അതെല്ലാം നമ്മൾ പഠിക്കും ഓരോന്നായിട്ട്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞ കണ്ണുകളുടെ ഡിഫറെൻറ്റ് ഭാഗങ്ങളും അതിൻ്റെ ഫങ്ഷൻസ് എന്താണുള്ളത്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണുള്ളത്. ഇപ്പോൾ സ്ക്ലേറ എന്ന് പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ ഔട്ടർ മോസ്റ്റ് ലെയറാണ്. അപ്പം കണ്ണിന് ആ ഒരു ഫേം ആയിട്ടുള്ളത്, വളരെ സോഫ്റ്റുള്ള ഫേംനെസ്, കുറച്ച് കട്ടിയുള്ള ആ ഒരു സ്വഭാവം തരുന്നത് സ്ക്ലേറ എന്ന് പറയുന്ന ഭാഗമാണ്. അതേപോലെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നേരത്തെ പറഞ്ഞിരുന്നു ഡിഫറെൻറ്റ് ചേമ്പേഴ്സ് ഉണ്ട്, അവിടെ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ടെന്നൊക്കെ. അപ്പം ആ സ്ക്ലേറേൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ത്? കോർണിയ എന്ന് പറയുന്നത്. ട്രാൻസ്പാരൻറ്റ് ആൻറ്റീരിയർ പാർട്ട്, മുമ്പത്തെ ഭാഗം ട്രാൻസ്പാരൻ്റ് ആണ്, ലൈറ്റിനെ കടത്തി വിടുന്നതാണ് അല്ലേ. ആൻറ്റീരിയർ മുമ്പത്തുള്ള ഭാഗം, അതാണ് ലൈറ്റിനെ കടത്തി വിടുന്ന ഭാഗം. അലൗസ് ലൈറ്റ് ടു എൻറ്റർ ദ ഐ. രണ്ടാമത്തെ ഭാഗമാണ് മിഡിൽ ലെയർ അല്ലെങ്കിൽ കൊറോയിഡ് എന്ന് പറയുന്ന ഭാഗം. സ്ക്ലേറ, മിഡിൽ ലെയർ, കൊറോയിഡ് എന്ന് പറയും. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? ഓക്സിജനും ന്യൂട്രിയൻസും അകത്തുള്ള ഭാഗത്തിന് പ്രൊവൈഡ് ചെയ്യുക, റെറ്റിന റെഗുലേറ്റ്സ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. ഇനി ഈ കൊറോയിഡ് മിഡിൽ ലെയറുള്ള പാർട്സ് ഏതൊക്കെയാണ്? സീലിയറി മസിൽസ് നമ്മളുടെ ലെൻസിനെ കർവേച്ചർ, അതായത് നമ്മളൊരു ദൂരത്തുള്ള ഒബ്ജക്റ്റിനെ കാണുമ്പോഴും അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണുമ്പോഴും നമ്മളുടെ കണ്ണിൻ്റെ ലെൻസ് എന്ത് ചെയ്യും? ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ആവശ്യമുള്ള ലൈറ്റ് മാത്രമേ കടത്തി വിടുള്ളൂ അല്ലേ. എത്ര ലൈറ്റ് ആവശ്യമാണോ അത് കറക്റ്റായിട്ട് നമ്മളുടെ റെറ്റിനയിൽ എത്തിക്കുന്നുണ്ട്, സ്ക്രീനിന് മുകളിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ സീലിയറി മസിൽസാണ്, നേരത്തെ സൈപ്പ് ഹെൽപ്പിനെ ഞാൻ പറഞ്ഞതാണ് അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഭാഗമാണ് മിഡിൽ ലെയറിൽ ഐറിസ് എന്ന് പറയുന്നത്. ഈ ഐറിസിൽ 2 ടൈപ്പ് പേശികൾ മസിൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ മസിൽസിനെ ആണ് ഈ പ്യൂപ്പിളിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, വലുതാവാനും ചെറുതാവാനും സഹായിക്കുന്നത്. ഈ ഐറിസിൻ്റെ അകത്ത് ഒരു പിഗ്മെൻറ്റിനാണ് മെലാനിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മെലാനിനാണ്, ഇപ്പോൾ ചിലവരുടെ കണ്ണുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ പൂച്ചക്കണ്ണെന്ന് പറയുന്ന കാറ്റ്സ് ഐ പോലെ ഉണ്ടാവും, ബ്ലാക്ക് കളേർഡ് ആയിരിക്കും. അപ്പോൾ ആ മെലാനിൻ എന്ന് പറഞ്ഞ പിഗ്മെൻ്റാണ് നമ്മളുടെ ആ ഐറിസിന് ആ പ്രത്യേക കളർ നൽകുന്നത്. ഓക്കെ, പിന്നെ ഈ മെലാനിൻ ഒരു കാര്യം കൂടി ചെയ്യും, അൾട്രാവയലറ്റ് റേസിനെ അബ്സോർബ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞു ലൈറ്റ് ആവശ്യത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും
ഈ ഐറിസിന് സാധിക്കും. റൈറ്റ് അനുസരിച്ചിട്ട് അത് വികസിക്കാനും ചുരുങ്ങാനും ഈ ഐറിസിന് ഒരു പവറുണ്ട്. പിന്നെ വരുന്നതാണ് കോൺവെക്സ് ലെൻസ്. നേരത്തെ പറഞ്ഞു നമ്മളുടെ കണ്ണിലുള്ള ലെൻസ് ഏതാ? കോൺവെക്സ് ലെൻസാണ്. അപ്പം കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകത നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന റിയൽ ഇൻവേർട്ടൻ്റെ നേച്ചർ എന്താണ്? റിയലാണ്, തല കുത്തനാണ്, ഇൻവേർട്ടഡ് ആണ് അല്ലേ, റെറ്റിലുണ്ടാവുന്നത്. പക്ഷേ നമ്മൾ കാണുന്ന ഇമേജ് തലത്തിൽ കുത്തനെയല്ല, നമുക്ക് നേരായിട്ട് കാണുന്നുണ്ട്. ആരാണിത് നേരായിട്ട് കാണിച്ചിരുന്നത്? ബ്രെയിനാണ്. ഓക്കെ, അത് ഓർമ്മിക്കാം. പിന്നെ ഇന്നർ മോസ്റ്റ് ലെയർ, അകത്ത ലെയറാണ് എന്ത് പറയുന്നത്? റെറ്റിന എന്ന് പറയുന്ന ഭാഗം. അവിടെ പ്രത്യേകതരം സെൽസ് ഉണ്ട്, കോശങ്ങളുണ്ട്. ആ സെൽസിനെല്ലാം കോശങ്ങളെ നമ്മൾ ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയും. ഫോട്ടോ എന്ന് പറയുന്ന വാക്ക് ലൈറ്റായിട്ട് ബന്ധപ്പെട്ടാണ്, റിസീവ് ചെയ്യാമെന്നാണ് റിസെപ്റ്ററിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഈ സെൽസ് എന്ത് ചോദിച്ചാൽ വരുന്ന ലൈറ്റിനെ ഇങ്ങോട്ട് സ്വീകരിക്കും, എന്നിട്ട് എന്താണ് നമ്മൾ കണ്ടത് അതിൻ്റെ ഒരു ഇമേജ് റെറ്റിനൻ്റെ മുകളിൽ ഫോം ചെയ്യിപ്പിക്കും. ഓക്കെ, ഫോട്ടോ റിസപ്റ്റർ സെൽസ്. രണ്ട് തരം ഫോട്ടോ റിസപ്റ്റർ സെൽസ് ഉണ്ട്, നമ്മളിത് പഠിക്കും. കോൺ സെല്ലും റോഡ് സെല്ലും ഒക്കെ നമ്മൾ പഠിക്കും. പിന്നെ ലെയർ ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കാം. ഫോട്ടോ റിസപ്റ്റർ സെൽസ് ഞാൻ പറഞ്ഞ രണ്ട് ടൈപ്പ് ഉണ്ട്, കോൺ സെല്ലും റോഡ് സെല്ലും എന്ന് പറയും. ഈ റോഡ് സെല്ല് നമ്മളുടെ ഡിം വിഷന് നമ്മളെ സഹായിക്കുന്ന സെൽസാണ്. വളരെ വെളിച്ചം കുറഞ്ഞ അവസ്ഥയിൽ നമുക്ക് ഒബ്ജക്റ്റിനെ ഒരു പരിധി വരെ കാണാൻ സഹായിക്കുന്നത് റോഡ് സെല്ലാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഒരിക്കലും രാത്രി ശരിക്കുള്ള നിറം തിരിച്ചറിയാൻ പറ്റാത്തത്. വളരെ ലൈറ്റ് ഉള്ള സമയത്തല്ല, ഒരു നോർമൽ വെളിച്ചത്തിൽ നമുക്കൊരിക്കലും നിറങ്ങളെ തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഈ റോഡ് സെല്ലിന് കളർ വിഷൻ തിരിച്ചറിയാനുള്ള കഴിവില്ല. ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷനാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെയുള്ളതാണ് കോൺ സെല്ല് എന്ന് പറയുന്നത്. നല്ല ലൈറ്റുള്ള സമയത്ത് നമുക്ക് പകൽ സമയങ്ങളിൽ നമുക്ക് കാഴ്ച തരുന്നത് ഈ കോൺ സെൽസാണ്. ഈ കോൺ സെല്ലിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്, അവർക്ക് നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ നല്ല വെളിച്ചമുള്ള സമയത്ത് നിറങ്ങൾ ഏതാണെന്നുള്ള കറക്റ്റായിട്ട് തിരിച്ചറിയുന്നത്. ഓക്കെ, അങ്ങനെ ലെയർ ഓഫ് ഫോട്ടോ റിസപ്റ്റർ സെൽസ് ഉണ്ടാവും റെറ്റിനേൻ്റെ മുകളിൽ, സ്ക്രീനിൻ്റെ മുകളിൽ. പിന്നെയുള്ളത് ബൈപോളാർ സെൽ ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബൈപോളാർ സെൽസിൻ്റെ പണി എന്താ വെച്ചാൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഇമേജ് എന്താണെന്ന് അവിടെ ഫോം ചെയ്യിപ്പിക്കുന്നുണ്ടാവും. ആ സമയം തന്നെ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ്, ഒരു മെസ്സേജ് ജനറേറ്റ് ചെയ്യും. അത് പിന്നെ ഗാംഗ്ലിയോൺ സെൽസ്, ബ്രെയിനിലെ ഗാംഗ്ലിയോൺ സെൽസിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ഒരു മെസ്സേജ് റെഡിയാക്കുന്ന പണിയാണ് ആർക്ക്? ബൈപോളാർ സെല്ലിന്. ഓക്കെ, ഗാംഗ്ലിയോൺ സെൽ ലെയർ ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ഫ്രം ബൈപോളാർ സെൽ ടു ദ ഒപ്റ്റിക് നെർവ്. അപ്പം ബൈപോളാർ സെൽസ് എന്ത് ചെയ്യും? ഇവർ ഓൾറെഡി ജനറേറ്റ് ചെയ്ത ആ ഇമ്പൾസിനെ അല്ലെങ്കിൽ മെസ്സേജിനെ ഒപ്റ്റിക് നെർവിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കും. എന്നിട്ട് ഒപ്റ്റിക് നെർവ് എവിടെ എത്തിക്കും? ഇതിനെ ബ്രെയിനിലെ വിഷ്വൽ സെൻറ്ററിൽ എത്തിക്കും. ഇതാണ് ലെയേഴ്സ് ഓഫ് ദ ഐയും അതിൻ്റെ മെയിൻ ഫങ്ഷൻസും. ഓക്കെ, പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് 2 ചേമ്പേഴ്സാണുള്ളത്. ഒന്ന് എക്വസ് ചേമ്പറും മറ്റേത് വിട്രസ് ചേമ്പർ എന്ന് പറയുന്നത്. ആ എക്വസ് ചേമ്പറും വിട്രസ് ചേമ്പറും ഫില്ല് ചെയ്തിട്ടുള്ള ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് കൊണ്ടാണ് ആ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് നമ്മൾ വിളിക്കുന്ന പേര് എക്വസ് ഹ്യൂമറും വിട്രിയസ് ഹ്യൂമർ എന്നാണ്. ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഈ കണ്ണിൻ്റെ പേശികൾക്ക് ഓക്സിജനും ന്യൂട്രിയൻസും എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രഷറിനെ കുറയ്ക്കുക, കണ്ണിൻ്റെ സെൽസിന് മുകളിലുണ്ടാകുന്ന പ്രഷറിനെയൊക്കെ കുറയ്ക്കുന്ന പണിയും ഇവർ ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇനി ഇമേജ് ഫോർമേഷന് സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പം ഇവിടെ ഇമേജ് ഫോർമേഷൻ നടക്കുന്ന സ്ഥലമാണ് റെറ്റിന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക ഒരു സ്പോട്ടുണ്ട് കണ്ടോ? ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ വെള്ള സ്പോട്ടും പിന്നെ ഈ ഡാർക്ക് കളറാണ് ഈ സ്പോട്ടും. ഇവിടെ ഈ ജംഗ്ഷൻ ബിറ്റ്വീൻ ദ ഇവിടെ നമ്മളുടെ ഈ പാർട്ട് എന്തായിരുന്നു? മെയിൻ നെർവാണിത് അല്ലേ? ആ നെർവ് റെറ്റിനേൻ്റെ മുകളിൽ കോണ്ടാക്റ്റിൽ വരുന്ന ഈ ഭാഗത്ത് അവിടെ ഈ കോൺ സെല്ലും റോഡ് സെല്ലും ആബ്സെൻ്റ് ആണ്, തീരെ ഇല്ല. അപ്പം ഇവിടെ വന്നിട്ടാണ് ലൈറ്റ് വീഴുന്നെങ്കിൽ, ഫോക്കസ് ഇവിടെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റ് എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. കാരണം എന്താ? അവിടെ കോൺ സെല്ലോ റോഡ് സെല്ലോ ഫോട്ടോ റിസപ്റ്റേഴ്സേ ഇല്ല. അപ്പോൾ അവിടെ വിഷൻ പോസിബിൾ അല്ല. ആ സ്പോട്ടിനെ, ആ ഒരു പ്രത്യേക സ്പോട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയും. ബ്ലൈൻഡ് സ്പോട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുന്നത്? ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ മാക്യുല എന്ന് പറയുന്ന ഒരു പാർട്ട്, മാക്യുല ലൂട്ടിയ ഒരു സ്പോട്ടുണ്ട് അവിടെ. ഇത് റെറ്റിനൻ്റെ നടുഭാഗത്താണ് വരുന്നത്. ഇവിടെ കോൺ സെൽസ് ധാരാളം കാണാൻ സാധിക്കും. കോൺ സെൽസ് ധാരാളം ഉണ്ടാവും. കോൺ സെൽ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്? ലൈറ്റ് വിഷനും അതേപോലെ തന്നെ കളർ വിഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്.
ആ യെല്ലോ സ്പോട്ടിൽ ധാരാളം കോൺ സെൽ ഉണ്ടാവും. ബ്ലൈൻഡ് സ്പോട്ടിൽ കോൺ സെല്ലോ റോഡ് സെല്ലോ കാണൂല. അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ഇമേജിനെ കാണുക പോലും ചെയ്യൂല. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഫോട്ടോ റിസെപ്റ്റേഴ്സ് എല്ലാം അവിടെ ആബ്സെൻ്റ് ആണ്. ദിസ് പാർട്ട് ഹാവിങ് നോ വിഷൻ ഇസ് നോട്ട് ആസ് ബ്ലൈൻഡ് സ്പോട്ട്. യെല്ലോ സ്പോട്ട് മാക്യുല എന്ന് പറയും. റെറ്റിനൻ്റെ മിഡിലാണ്. ഇവിടെ കോൺ സെൽസ് ആർ അബണ്ടൻറ്റ്, ധാരാളം കോൺ സെൽസ് ഉണ്ട്. ഓക്കെ, ഇനി ഹ്യൂമൺ ഐ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അപ്പം നമ്മളൊരു ഒബ്ജക്റ്റിന് കാണാൻ ഇ എന്ന് പറയുന്ന ലെറ്ററാണ് കാണുന്നത്. അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മളുടെ കണ്ണുകളിലേക്ക് വന്നു. ഈ എക്വസ് ഹ്യൂമർ കൂടെ പാസ് ചെയ്തു. എക്വസ് ഹ്യൂമറിൽ നിന്ന് ലെൻസ് കൂടെ വന്നിട്ട് ഇത് നേരെ തല കുത്തനായിട്ടുള്ള ഇമേജ് ഫോം ചെയ്യുന്ന എവിടെയാണ്? റെറ്റിനേൻ്റെ മുകളിലാണ്. ഓക്കെ, റെറ്റിനേൻ്റെ മുകളിലാണ്. ഇതാണ് നമ്മളെ കോൺ സെല്ലും റോഡ് സെല്ലൊക്കെ. അപ്പം ഇവിടെ റെറ്റിനേൻ്റെ മുകളിൽ ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ ബൈപ്പോളാർ സെൽസ് ഉണ്ടെന്ന് പറഞ്ഞ് ബൈപ്പോളാർ സെൽ എന്ത് ചെയ്യും? സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. സിഗ്നൽസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒപ്റ്റിക് നെർവ് നേരെ കൊണ്ടുപോകുന്ന എങ്ങോട്ടേക്കാണ്? ബ്രെയിനിലേക്കാണ്. ഓക്കെ, നെർവ് സിഗ്നൽസ് ബ്രെയിനിലേക്ക് പോയി ബ്രെയിൻ ആ ഇമേജിനെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ ആക്കി മനസ്സിൽ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണിച്ചു തരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ കണ്ണുകളിൽ ലൈറ്റ് വരുന്നതും ഇമേജ് ഫോർമേഷൻ നടക്കുന്നതും. അപ്പോൾ ഇനി ഇതൊന്ന് ഫില്ല് ചെയ്തൂടെ? കോർണിയാണ്. ലൈറ്റ് നേരെ വരുന്ന എങ്ങോട്ടേക്കാണ്? ഇവിടെ ഇപ്പോൾ താഴെ കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ വിട്രസ് ഹ്യൂമറിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ലൈറ്റ് എൻ്റർ ചെയ്യുന്ന എവിടെയാണ്? എക്വസ് ഹ്യൂമറിലായിരിക്കും. ഓക്കെ, AQUEOUS എക്വസ് ഹ്യൂമർ കൂടെ ലൈറ്റ് പാസ് ചെയ്തിട്ട് നേരെ പോകുന്ന എങ്ങോട്ടാണ്? പ്യൂപ്പിളിലേക്ക് പോയി പ്യൂപ്പിളിന് വീണ്ടും ഇതെങ്ങോട്ടാണ് എൻ്റർ ചെയ്യുന്നത്? ലെൻസിലേക്കാണ് പോകുന്നത്. ഓക്കെ, ലെൻസിൽ നിന്ന് വിട്രസ് ഹ്യൂമർ വഴി റെറ്റിനയിലേക്ക് പോകുന്നു. ഇതാണ് പാത്ത് ഓഫ് ലൈറ്റ്. ലൈറ്റ് നമ്മളുടെ കണ്ണുകൂടെ സഞ്ചരിക്കുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, ഇനി ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ബ്രീഫായിട്ടൂടെ ഞാൻ തന്നിട്ടുണ്ട്. ലൈറ്റ് എൻറ്റേഴ്സ് ദ ഐ. ലൈറ്റ് ഒരു ഒബ്ജക്റ്റിനെ അവിടെ തട്ടി ബൗൺസ് ചെയ്ത് നമ്മളുടെ കണ്ണുകളിലേക്ക് വരുന്നു. ക്ലിയർ പ്രൊട്ടക്റ്റീവ് ഔട്ടർ ലെയർ കോർണിൽ കൂടെ എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഐറിസ് ഇതിനെ പ്യൂപ്പിളിൽ കൂടെ എവിടെ എത്തിക്കുന്നുണ്ട്? നമ്മളുടെ റെറ്റിനയിലേക്ക് എത്തിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഈ ഐറിസ് ഒരു ക്യാമറേൻ്റെ ഷട്ടർ പോലെ അഡ്ജസ്റ്റ് ചെയ്യും. ലൈറ്റ് കൂടുതലോ കുറഞ്ഞോ ഒക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ അല്ലേ, അത് കറക്റ്റായിട്ട് ആ ഇമേജ് ഫോമിനെ സഹായിക്കുന്ന ഭാഗമാണ് ഐറിസ്. അപ്പം ചേഞ്ചിങ് സൈസ് ടു ലെറ്റ് ഇൻ മോർ ലൈറ്റ് ഇൻ ദ ഡാർക്ക് ഓർ ലെസ് ലൈറ്റ് ഇൻ ബ്രൈറ്റ് പ്ലേസസ്. അത് വലുതാവും ചെറുതാവും ഒക്കെ ചെയ്യും അക്കോർഡിംഗ് ടു ദ ലൈറ്റ്. പിന്നെ ഇമേജിനെ ഫോക്കസ് ചെയ്യും ക്ലിയർ ലെൻസ്. എന്നിട്ട് ലെൻസ് ഇതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്ലിയർ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് വലുപ്പം കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് നമ്മൾ പേശികൾ പറഞ്ഞല്ലേ, മസിൽസ്, സീലിയറി മസിൽസിൻ്റെ ഹെൽപ്പോട് കൂടി. പിന്നെ ഫോക്കസ് ലൈറ്റ് നേരെ ഇപ്പോൾ ഹിറ്റ് ചെയ്യുന്ന എവിടെയാണ്? സ്ക്രീനിൻ്റെ മുകളിലാണ്. അവിടെ ധാരാളം മില്യൺസ് ഓഫ് എന്തുണ്ട്? ലൈറ്റ് സെൻസിറ്റീവ് സെൽസ്, ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. അതിലത്തെ രണ്ടെണ്ണമാണ് നമ്മൾ പഠിച്ചത്, കോൺസും റോഡ്സും. അവർ ബൈപ്പോളാർ സെൽസ് ഇവരെന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റും. റോഡ് സെൽസും കോൺ സെൽസും ബൈപ്പോളാർ സെൽസും എല്ലാവരും കൂടി ഇതിന് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് മാറും. നമ്മളുടെ കാണുന്ന ഇമേജ് ഫ്ലിപ്പ് ചെയ്തിട്ടാണ് അല്ലേ, തലകുത്തന്നെയാണ്, അപ്സൈഡ് ഡൗൺ ആണ് കാണുന്നത്. പിന്നെ ഈ മെസ്സേജ് ഒപ്റ്റിക് നെർവ് ഹൈ സ്പീഡ് കേബിൾ പോലെ ആക്ട് ചെയ്യും. എന്നിട്ട് ഇത് നേരെ ബ്രെയിനിലേക്ക് കൊണ്ടുപോകും. ബ്രെയിൻ ഈ ഇമേജ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽ പ്രോസസ്സ് ചെയ്യും അല്ലേ, കിട്ടിയ സിഗ്നൽ പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് അതിനെ വീണ്ടും ഫ്ലിപ്പ് ചെയ്തിട്ട് നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇറക്റ്റായിട്ടുള്ള, തലകുത്തനല്ലാതെ ഇറക്റ്റായിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് ഫോം ചെയ്ത് കാണിപ്പിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് മനസ്സിലാവും എന്ത് ഒബ്ജക്റ്റാണ് നോക്കുന്നതെന്നുള്ളത്. ഇതാണ് നമ്മളുടെ പ്രോസസ്സ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മൂന്നാമത്തെ വീഡിയോയിൽ ചെയ്യും. അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഓൾ ഓഫ് യു.